ഇമ്മച്ചി നല്ല മീൻ്റെ മണണ്ടിക്ക് ഇത് മീൻ്റെ ചോറ് തരിക. ഇജപ്പതിന് ചോറിനെത്തിയാ എനിക്ക് പിന്നെ മീൻ്റെ സ്മെല്ലായിട്ടാ പിന്നെ ചോറ് കണ്ടത്. ഇതിലെ ചോറ് കണ്ടി ചോറ് തിന്നോ? കുറച്ചോ? അപ്പൊ മീനും കുറച്ച് തരുള്ളൂ കേട്ടോ. എത്ര ചോറ് തന്നെ അതിനനുസരിച്ച് മീനും തരും. പോരാ? വെണ്ടക്ക കറി വെച്ചേ? വെണ്ടക്കാണോ? വെണ്ടക്കാണോ? എനിക്ക് ഇഷ്ടല്ലേ? അമ്മച്ചി കുട്ടിക്ക് ഇഷ്ടമാണല്ലേ വെണ്ടക്ക. ഒരു മീൻ പൂച്ചയാണ് നമ്മളെ വീട്ടിലെ. അല്ല മീന് നോക്കിയത് എവിടെ മീന്? വേണ്ട. എന്ത് മീനോ? അത് വള്ളേ കിടന്ന് പെടയൊന്നുമില്ല ട്ടാ. അത് ജീവ പോയതല്ലേ. ജീവനൊക്കെ പോയി നമ്മൾ മസാല ഒക്കെ തേച്ച് ഒക്കെ പൊരിച്ചെടുത്തല്ലേ. ടേസ്റ്റ് ഇല്ലേ? ഇഷ്ടമായ? ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് മുതൽ രാത്രി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാൻ വേണ്ടി അടുക്കളയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മക്കളൊക്കെ സ്കൂളിൽ പോയി, ഇക്ക പണിക്ക് പോയി. അപ്പോൾ ഇന്ന് ചോറും സാമ്പാറും പിന്നെ പച്ചമത്തം കൊണ്ട് ഉപ്പേരി വെച്ചതും മീനും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ കൂട്ടാൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ എനിക്ക് ഇക്കാക്കും മക്കൾക്കൊക്കെ സുഖമാണേ. അങ്ങനെ അതെ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. ഒറ്റക്കായതുകൊണ്ട് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നോക്കിക്കണ്ടേ. അപ്പം അതിനു വേണ്ടി അടുക്കളയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു തട്ടിക്കൂട്ട് പായസം ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വരുമ്പോൾ അങ്ങനെ കുറച്ച് സേമിയ ഇട്ടു വെള്ളം തിളച്ചതിന് ശേഷം. പിന്നെ കുറച്ച് റാവിയും ചേർത്തുകൊണ്ട് പിന്നെ കുറച്ച് മക്രോണി ഉണ്ടായിരുന്നു കേട്ടോ. മക്രോണി ആദ്യം തന്നെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് നല്ലോണം വെന്തതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ആ മധുരമൊന്ന് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പും 2 ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മൾ പായസം റെഡി ആയിട്ടാണ്. പായസം ഉണ്ടാക്കിയപ്പോഴേക്കും ഇതാ നമ്മൾ സ്വത്തുമണികൾ വന്നു. അങ്ങനെ അവരകത്ത് കയറിയ ശേഷം ഞാൻ അവരോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ കണ്ണൻ മീനുകളെ വളർത്തിയിരുന്നു കേട്ടോ ആ ടാങ്കിൽ. അപ്പോൾ അവർ വളർത്തിയിട്ട് നമുക്ക് 2 ജീവനുള്ള മീനിനെ തന്നതായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചാടണോട് നല്ലോണം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരു കമ്പിയൊക്കെ കയറ്റി വെച്ചതായിരുന്നു. കണ്ടപ്പോൾ നല്ലോണം സന്തോഷമായി കേട്ടോ. അവന് കണ്ടപ്പോഴേ പറയുന്നത് വളർത്താനാട്ടോ. പക്ഷേ ഇത് നമുക്ക് അവർ വളർത്തും പോലെ വളർത്താൻ പറ്റില്ല. കാരണം അവരതിന് ചിക്കനൊക്കെ കൊടുത്ത് പിന്നെ വളർത്തുകയാണ് നമ്മൾ. അങ്ങനെ അത് കണ്ടതിന് ശേഷം പിന്നെ പായസം റെഡിയായി അത് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ ആ മീൻ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ടാങ്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഷിബിലിമോനോട് ഇങ്ങനെ പറയണം അതിനെ വളർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വളർത്തും വേണം. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് സൈസാക്കും വേണം. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ സൈസാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തൂക്കം കുറയും ചെയ്യും, ആ തടിയൊക്കെ പോകും. അങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി അടുത്തുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ മീനിനെ സൈസാക്കണമല്ലോ. അതായിരുന്നു കേട്ടോ അടുത്ത ലക്ഷ്യം. പിന്നെ ഒന്നും നോക്കി കേട്ടോ, ഞാൻ തന്നെ അത് സൈസാക്കാൻ വേണ്ടി ഞാൻ തന്നെ മുന്നോട്ട് ഇറങ്ങി. നല്ല മീനുണ്ടല്ല. ധൈര്യം കൂടുതലാണ് നമുക്ക്. അതുകൊണ്ടാണ് നോക്കാണ് നോക്ക് തൊള്ള വരെ തുറക്കണോ. മീൻ പിടുത്തക്കാരനാണേനു മീനൊന്ന് പിടിച്ച ധൈര്യം ഇല്ലേ. തീർത്തിടക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ഉണ്ട് കേട്ടമ്മ ഇതേ രീതിക്ക്. അങ്ങനെ സൈസാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ തന്നെ സൈസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷിബിലിമോൻ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ
ചെറിയ ചെറിയ പീസാക്കരുത്. ഇങ്ങനെ 2 മീനാക്കിയിട്ട് ചെറിയ ഇങ്ങനെ ബാറ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ തന്നെ സൈസാക്കിയതുകൊണ്ട് എല്ലാവരും തിന്നുമൊന്നും അറിയില്ല. പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും വേണ്ടിയില്ല, മസാല ഒക്കെ റെഡിയാക്കി അതിനുള്ള അത്യാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അത്യാവശ്യത്തിന് ഫിഷ് മസാല, പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടിയും, പിന്നെ ഒരു ഇത്തിരി സുർക്കി, അത്യാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ കൂടി എടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇത് മസാല പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാത്രി കേട്ടോ ഉണ്ടാക്കുന്നത്. പൊരിക്കുമ്പോൾ തന്നെ മീൻ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയാലേ ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. ചട്ടിയിലൊന്നും പിടിക്കാതെ തന്നെ അതേപോലെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷിബിലിമിൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അതേപോലെ കിട്ടാൻ മുറിയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞതായിരുന്നു കേട്ടോ. മീൻ പൊരിക്കണ സ്മെല്ല് കേട്ടപ്പോഴേക്കും മോള് തുടങ്ങിയിട്ടാ ചോറ് ചോദിക്കൽ, മീൻ തിന്നണം എന്ന് അറിഞ്ഞിട്ട്. അവൾക്ക് ഇറച്ചിനേക്കാളും ഇഷ്ടം മീനാണേ. എനിക്ക് നല്ല മീൻ്റെ മണപ്പിക്കുന്ന മീൻ്റെ ചോറ് തരിക. ചോറിനെത്തിയാ എനിക്ക് പിന്നെ മീൻ്റെ സ്മെല്ലായിട്ടാ പിന്നെ ചോറ് കണ്ടത്. ഇതിലെ ചോറ് കണ്ടി ചോറ് തിന്നോ? കുറച്ചോ? അപ്പൊ മീനും കുറച്ച് തരുള്ളൂ കേട്ടോ. എത്ര ചോറ് തന്നെ അതിനനുസരിച്ച് മീനും തരും. പോരാ? വെണ്ടക്ക കറി വെച്ചേ? വെണ്ടക്കാണോ? വെണ്ടക്കാണോ? എനിക്ക് ഇഷ്ടല്ലേ? അമ്മച്ചി കുട്ടിക്ക് ഇഷ്ടമാണല്ലേ വെണ്ടക്ക. ഒരു മീൻ പൂച്ചയാണ് നമ്മളെ വീട്ടിലെ. അല്ല മീന് നോക്കിയത് എവിടെ മീന്? വേണ്ട പേടിയാവണ്ട. പിന്നെ എങ്ങനെ തിന്നാ? ഒന്നിച്ച് വേണോ കഷ്ണം വേണോ? അങ്ങനെ തിന്നാ. അല്ല, ഒരാളുണ്ട് ഇവിടെ ചോറുന്നണേ. ചോദിച്ചോക്കട്ടെ എങ്ങനെയുണ്ട് പിന്നെ നമ്മളെ മീൻ എങ്ങനെയുണ്ട്? ഇഷ്ടായ? എന്ത് മീനോ? അത് വള്ളേ കിടന്ന് പെടയൊന്നുമില്ല ട്ടാ. അത് ജീവ പോയതല്ലേ. ജീവനൊക്കെ പോയി നമ്മൾ മസാല ഒക്കെ തേച്ച് ഒക്കെ പൊരിച്ചെടുത്തതല്ലേ. ടേസ്റ്റ് ഇല്ലേ? ഇഷ്ടമായ? ഒരു താങ്ക് യു പറ. വെൽക്കം. അങ്ങനെ നമ്മൾ സ്വത്തുമണി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾ രാത്രിക്ക് മൈദദോശയും മീനും ആക്കിട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ച് നോക്കിയിട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു അടുക്കളയിൽ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.